ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ആഫ്റ്റർ കീം വാട്ട് നെക്സ്റ്റ് എന്നുള്ള നമ്മുടെ സീരീസിൻ്റെ അടുത്ത ടോപ്പിക്കാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. സിവിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു കോർ ബ്രാഞ്ചാണ്, കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ് മെക്കാനിക്കലും. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ടോപ്പ് റാങ്ക് കീമിലൊക്കെ ടോപ്പ് റാങ്ക് കിട്ടി സർക്യൂട്ട് ബ്രാഞ്ചസ്, അതായത് CSO അതുപോലെ തന്നെ ECO ഇലക്ട്രോണിക്സോ ഒക്കെ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒക്കെ അതൊക്കെ കിട്ടിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങൾ ഇച്ചിരി ഒരു ഉഴപ്പ് ടീമാണ്, ടോപ്പ് റാങ്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ അങ്ങോട്ട് ചത്ത് പഠിക്കടന്ന് ബ്രെയിൻ ജ്യൂസൊക്കെ അങ്ങ് പുറത്തെടുത്ത് അങ്ങനെ പഠിക്കാനൊന്നും വലിയ താല്പര്യമില്ലാതെ തട്ടിയും മുട്ടിയും ആവറേജ് ആയിട്ടൊക്കെ ഞാൻ പോകും. എനിക്ക് അത്യാവശ്യം കാര്യവിവരമൊക്കെ ഉണ്ട്, എക്സാമൊക്കെ ഞാനങ്ങ് പാസ്സാകും. അങ്ങനെ ഒരു ആവറേജ് ഒക്കെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. കാരണം ഭയങ്കര സ്ട്രോങ് ആയി പഠിച്ചാലേ നമുക്കിപ്പോൾ ഒരു കോർ ബ്രാഞ്ചസൊക്കെ കിട്ടി, കോറല്ല ടോപ്പ് ബ്രാഞ്ചസൊക്കെ സർക്യൂട്ട് ബ്രാഞ്ചസൊക്കെ കിട്ടി നമ്മൾ പോയാലും അവിടെയും നമ്മൾ ഇതുപോലെ തന്നെ സ്ട്രോങ് ആയി പഠിക്കേണ്ടി വരും. പക്ഷേ നമ്മളിപ്പോൾ മെക്കാനിക്കലാണ് എടുക്കുന്നതെങ്കിൽ അവിടെയും ആവറേജ് ആയിട്ടൊക്കെ അങ്ങ് പഠിച്ചാൽ മതി. നമുക്ക് ഈ സിവിൽ പറഞ്ഞതുപോലെ തന്നെ വലിയ വലിയ മെഷീനറി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവിടെയും പഠിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്കത് പഠിക്കാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, പാസ്സാവാനും എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് റാങ്ക് കുറവാണ് കിട്ടിയതെങ്കിൽ, രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് ഭയങ്കരമായി അങ്ങ് കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു സ്വഭാവമൊന്നും ഇല്ലെങ്കിൽ യു ക്യാൻ സെലക്ട് ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളിനി ഒരു റാങ്ക് നിങ്ങൾക്ക് കിട്ടി, അതിൽ നമുക്ക് നല്ല കോളേജസ്, അതായത് കീമൊക്കെ എഴുതി നമ്മൾക്ക് കിട്ടുന്ന ഒരു ഗവൺമെൻറ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാവും, ഇതുപോലെ തന്നെ TKM ഉണ്ടാവും, അതല്ലെങ്കിൽ MA കോളേജ് ഉണ്ടാവും, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സർക്യൂട്ട് ബ്രാഞ്ചസ് ഒന്നും കിട്ടത്തില്ല. അതിലൊക്കെ കിട്ടാൻ റാങ്ക് നിങ്ങൾക്ക് കുറവാണ്. വേറെ ഏതെങ്കിലും പൈസ കൊടുത്തിട്ട് കയറുന്ന കോളേജസിലൊക്കെ നിങ്ങൾക്ക് CS കിട്ടുമായിരിക്കും. അങ്ങനെയുള്ളപ്പോഴും നിങ്ങൾക്ക് നല്ല കോളേജ് ചൂസ് ചെയ്യാം. കുറച്ച് ബ്രാഞ്ച് കുറച്ച് താഴെയാണെങ്കിലും, അതായത് മെക്കാനിക്കൽ ആണെങ്കിലും ആ ഒരു കോളേജ് അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ ബാക്കിയുള്ള കോളേജ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മുടെ കൂടെയുള്ള ആളുകൾ, അവർ എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും, ടോപ്പ് ബ്രെയിൻസ് ആണോ, അവരുമായിട്ടാണ് നമ്മൾ ഇൻറ്ററാക്ഷൻ നടത്തേണ്ടത്. അതൊക്കെ കൊണ്ട് നമുക്ക് ഓഫ് കോഴ്സ് കുറച്ചുകൂടെ എക്കണോമിക്കലായിട്ടുള്ള ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നമുക്ക് ഉറപ്പായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാഞ്ചാണ്. ഫസ്റ്റ് ഞാൻ എപ്പോഴും സിവിൽ തന്നെയാണ് പറയുന്നത്. ബട്ട് കൂടുതലും ആൺകുട്ടികൾക്ക്, ചിലപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ ഞാൻ സിവിലാണ് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇപ്പം ഞാൻ അങ്ങനെ ഒരു സ്ത്രീ വിരുദ്ധ ആളൊന്നും അല്ല. ബട്ട് നമ്മളൊരു വർക്കിംഗ് സ്പേസിലേക്ക് പോകുമ്പോൾ, ഒരു വർക്ക് ചെയ്യാൻ പോകുമ്പം ചുറ്റിനും മുഴുവൻ ആണുങ്ങളാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് നമുക്ക് ഇത്തിരി സംസാരിക്കാനും കുറച്ച് നമ്മുടെ പരദൂഷണം പറയാനും ഒക്കെ നമുക്ക് കുറച്ചൊരു ഗേൾസ് അല്ലെങ്കിൽ ലേഡീസ് കുറച്ച് പേര് വേണം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മെക്കാനിക്കലിൽ ഫുൾ മെഷീനറി അല്ലെങ്കിൽ ചിലർക്കൊക്കെ അത് പറ്റും. പിന്നെ അതിലും ഇതുപോലെ തന്നെ വൈറ്റ് കോളർ ജോബ്സൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ബട്ട് എന്നാലും കൂടുതൽ ഞാനൊരു 70-80% ജോലിയുടെ കാര്യമാണ് പറയുന്നത്. അതുമായിട്ടൊക്കെ നോക്കുമ്പം കൂടുതലും പെൺകുട്ടികളാണെങ്കിൽ യു ഗോ ഫോർ സിവിൽ എഞ്ചിനീയറിംഗ്. ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ യു ഗോ ഫോർ സിവിൽ എഞ്ചിനീയറിംഗ്. ആൺകുട്ടികളാണെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഫോർ ബോത്ത് സിവിൽ ഓർ മെക്കാനിക്കൽ. ഇപ്പം മെക്കാനിക്കലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. രണ്ടുപേർക്കും, ലേഡീസിനും ജെൻസിനും ഇത് സെലക്ട് ചെയ്യാം. അപ്പോൾ മെക്കാനിക്കലിൽ ഇതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ സിംപ്ലിഫൈ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. മെയിനായിട്ട് ലൈക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. പിന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഓഫ് കോഴ്സ്. അപ്പോൾ അതിൽ കുറേ ബെർണോളിസ് ലോ, പാസ്കൽസ് ലോ, ഇതൊക്കെ നമ്മൾ ഒരു ബേസിക്കായിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി സിമ്പിളാണ്. ഇതൊന്നും അങ്ങനെ കണ്ണും പൂട്ടി നമ്മൾ പാസ്സാകുന്നല്ല. പക്ഷെ നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പാസ്സായി പോകാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതിനകത്ത്, ബേസിക് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഇനി അതിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ 2-3 കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോസ്. പിന്നെ പണ്ടത്തെ പോലെ നമ്മൾ ഒരു 21-ാമത്തെ വയസ്സിൽ പഠിച്ച് കോളേജ് കഴിഞ്ഞ് ഒരു ജോലിക്ക് കയറി പിന്നെ 56 വരെ ഞാൻ ആ ഒരു സെയിം ജോബ് പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അങ്ങനെയൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇപ്പോൾ നമുക്ക് കണ്ണും കാതും നമ്മൾ തുറന്ന് വയ്ക്കുക, എവിടെയാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് പോവുക, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ
ആരാണ് കയറേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനകത്തുള്ള ഓപ്ഷൻസ്, എന്തൊക്കെ ഓപ്ഷൻസാണ് നമുക്ക് ഇതിനകത്ത് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പറയുന്നത് ഈവൻ നമ്മളിപ്പോൾ മെഷീനറി അല്ലെങ്കിൽ മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു ഹെവി മെഷീനറി ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഓഫ് കോഴ്സ് അത് തന്നെയാണ്. പക്ഷേ പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ ഒരു വലിയൊരു മെഷീനറി ആണെങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഹെവി സ്ട്രെങ്തോ മസിൽ പവറോ ഒന്നും ആവശ്യമില്ല. ഈവൻ ഒരു കുഞ്ഞു ഫാൻ പോലും നമുക്കൊരു റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ബോത്ത് ദിസ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആൻഡ് ദിസ് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കോഡിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയേറെ റിലേറ്റഡ് ആണ്. അപ്പം നമ്മൾക്ക് ഇത് പഠിക്കുന്നുണ്ടെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് വല്ല കോഡിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കണം. എന്തെങ്കിലുമൊക്കെ ഉള്ള നമ്മുടെ സോഫ്റ്റ്വെയർസ് ലൈക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ക്യാം, അതുപോലെ തന്നെ ക്യാഡ്, അങ്ങനെയുള്ള ഇതുപോലെ തന്നെയുള്ള സോഫ്റ്റ്വെയർസ് നമ്മുടെ ഈ മെക്കാനിക്കലിന് പറ്റുന്ന 3D മോഡലിംഗ്, പിന്നെ കാഷ്യ, പിന്നെ സിമുലേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മെഷീൻ ഇപ്പോൾ ലാബിൽ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മെഷീൻ ഏതെങ്കിലും രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലാബിലാണെങ്കിൽ 5, 10, 15 പ്രാവശ്യം ഒരു ടെസ്റ്റ് ചെയ്യാം. ലൈക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി പല മെറ്റീരിയൽസ്, അലോയ്സ്, അപ്പോൾ പല മെറ്റൽസ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിൽ നമുക്ക് കമ്പൈൻ ചെയ്യേണ്ടി വരും. എന്നിട്ട് അതിൻ്റെ ഇപ്പോൾ എന്തിനാണ് അതൊക്കെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വാസ്റ്റായിട്ട് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നമ്മൾ സ്പേസ് ടെക്നോളജി അതിലേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ മെയിൻലി നമുക്കത് ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയൽ ആയിരിക്കണം. അത് ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചർ വേരിയേഷൻസിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന മെറ്റീരിയലൊക്കെ ആയിരിക്കണം. അപ്പോൾ ഇതിന് ഒരുപാട് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ ഈ ടെസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് ലാബിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ സിമുലേഷൻസ്, അതേമാതിരി ഒരു മോഡൽ നമ്മൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ലൈക്ക് മാറ്റ്ലാബ് അങ്ങനെയുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മളെ ഈ ടെക്നോളജി അല്ലെങ്കിൽ നമ്മളുടെ ഈ കാര്യം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾസാണ് ഈ സോഫ്റ്റ്വെയർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റ്ലാബ് അങ്ങനെയുള്ള ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ ഈ സിസ്റ്റം, ഈ മെറ്റലിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്, കാരണം 100% ഇന്ന മെറ്റീരിയൽ, പിന്നെ 99 അല്ലെങ്കിൽ 1% ഇന്ന മെറ്റീരിയൽ, ഇന്ന മെറ്റൽ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ല അലൂമിനിയം അലോയ് ആയിരിക്കുമല്ലോ മെയിനായിട്ട്. അപ്പോൾ അലൂമിനിയത്തിൽ ഇന്ന മെറ്റീരിയൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ സ്ട്രെങ്ത്, എങ്ങനെയാണ് ആ മെറ്റൽ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഈ ചെറിയ വേരിയേഷൻസ്, ഇപ്പോൾ 99.9 അല്ലെങ്കിൽ 98.9, 98.87, അപ്പോൾ ഈ പെർസെൻറ്റേജിലൊക്കെ നമുക്ക് ഈ മെറ്റൽസിനെ ആഡ് ചെയ്തിട്ട് ആ കോമ്പിനേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ആ കോമ്പിനേഷൻസ് കണ്ടുപിടിച്ചിട്ട് ഈ പ്രഷർ അങ്ങനെയുള്ള പ്രഷർ, ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് ഈ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ മെറ്റലിലുണ്ടാകുന്ന വേരിയേഷൻസ് അതെല്ലാം നമുക്ക് ഈ സിമുലേഷൻസിലൂടെ അപ്പോൾ ചെയ്യാൻ പറ്റും. 100,000 lakhs ഓഫ് എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും ഈ സിമുലേഷൻസ് ഉണ്ടെങ്കിൽ. അതിനാണ് നമ്മൾ സിമുലേഷൻ പഠിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് പോകണം. നിങ്ങളിപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു ആ കോർ സാധനങ്ങൾ മാത്രം അങ്ങ് പഠിച്ചു പോകുക, അങ്ങനെയല്ല. നിങ്ങൾ അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാനൊന്നുമല്ല. നിങ്ങളുടെ മിനി പ്രോജക്ട്സ്, അതുപോലെ തന്നെ സെമിനാർസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പം ഇതും കൂടെ ഇതിനകത്ത് നിങ്ങൾ അതും കൂടെ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള കോളേജസിൽ പോകണം. ചിലപ്പോൾ കോളേജിൽ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കമ്പ്യൂട്ടർ സയൻസിലുള്ള ഫ്രണ്ട്സിനോട് നമുക്ക് ചോദിക്കാം. പിന്നെ അവർ തന്നെ പലപ്പോഴും നമ്മൾ കോഡിംഗ് കമ്പനീസൊക്കെ കോളേജിൽ വരുമ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിള്ളേരെ സെലക്ട് ചെയ്യാനായിട്ട് വരുമ്പം അവരെല്ലാ ബ്രാഞ്ചിലും അങ്ങനെ അവർക്ക് സെപ്പറേറ്റ് ഇന്ന കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചൊന്നും ഇല്ല. മിക്കവാറും മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ അങ്ങനെയുള്ളവരും ഈ IT ഫീൽഡിലേക്ക് പോകുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി ഈ ലോജിക്കൽ മൈൻഡ് കുറച്ചുകൂടിയുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് കൊണ്ട് നമ്മൾ ഫുൾ പഠിക്കുന്ന കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ പഠിച്ചിരിക്കുന്ന പിള്ളേരായിരിക്കും. പക്ഷേ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള, നമ്മൾ ഈ ലോകമൊക്കെ കണ്ട് അങ്ങനെ റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡായിട്ട് നമ്മൾ അങ്ങനെ ബ്രെയിൻ ജ്യൂസ് ഒന്നും കളഞ്ഞിട്ടില്ല. നമ്മുടെ ആ എനർജി ഒന്നും നമ്മൾ അനാവശ്യമായിട്ട് കളഞ്ഞിട്ടോ സ്ട്രെസ് ചെയ്തിട്ടോ ഒന്നുമില്ല. റിലാക്സ്ഡ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി അനലിറ്റിക്കൽ തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ് ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും. കാരണം നമ്മൾ അങ്ങനെയാണ്, നമ്മൾ ഒബ്സർവേഷൻ അങ്ങനെയുള്ള നമ്മൾ വലിയ വെറുതായിട്ട് കൂടുതൽ ഇൻഡെപ്തായിട്ട് നമ്മൾ പഠിക്കുകയോ ഒരുപാട് സമയം അതിന് വേണ്ടി ചിലവഴിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ മെക്കാനിക്കലാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ അതിനൊപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ സൈഡായിട്ട് നമ്മൾ അറിഞ്ഞു വെച്ച്, കോഡിങ്ങൊക്കെ ഇപ്പോൾ സുഖമായിട്ട് ഏതെങ്കിലും ഒരു ഇപ്പം ഇൻ്റർനെറ്റിലൂടെയൊക്കെ പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ, വലിയ കാര്യങ്ങളൊന്നുമില്ല.
അല്ലാതെ കമ്പ്യൂട്ടർ സയൻസ് ഇൻഡെപ്തായിട്ട് പഠിക്കണമെന്നല്ല, അത്യാവശ്യം കോഡിങ്, അത്യാവശ്യം നമുക്കിതൊക്കെ ഡെവലപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പറയുവാണെങ്കിൽ, നേരത്തെ ആണെങ്കിൽ പല പല എൻജിൻസ് ഉണ്ട് ഓരോ കമ്പനിക്കും. ലൈക്ക് ഫോർഡ്, അതുപോലെ തന്നെ പല പല കാർ കമ്പനീസ് ഉണ്ടല്ലോ, ഫോർഡ് അല്ലെങ്കിൽ GM, ടൊയോട്ടോ, വോക്സ് വാഗൻ, അതുപോലെ തന്നെ ഹുണ്ടായി. ഇവർക്കൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അവരുടെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള എൻജിൻ മോഡൽസ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ മോഡൽസിൽ നിന്നും ഇപ്പോൾ എല്ലാം EVയിലേക്ക് മാറുവാണല്ലോ, ഇലക്ട്രോണിക് വെഹിക്കിളിലേക്ക് മാറുകയാണല്ലോ. ആ ട്രാൻസിഷൻ പെട്ടെന്ന് ഈ കമ്പനീസ് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാത്തതെന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ മോഡലുണ്ട്. EV എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഒരു സിംപ്ലിഫൈഡ് സിസ്റ്റമാണ്. അതിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു സാധനം കറണ്ട് കൊണ്ട് അത് ഓടുന്നു. അല്ലാതെ ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഓരോ കമ്പനിക്കും അവരുടേതായിട്ടുള്ള സെറ്റ് ഓഫ് ഈ മെഷീനറി കാര്യങ്ങൾ, അവരുടെ ഒരു പെക്യുലർ ഡിസൈൻ ഉണ്ട്. അതിന്ന് മാറാൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ട്രാൻസിഷൻ ഇന്ത്യയിലേക്ക് പെട്ടെന്ന് EVയിലേക്കൊന്നും മാറത്തില്ല. അപ്പോൾ ഈ ട്രാൻസിഷൻ ടൈമുണ്ട്. ആ ട്രാൻസിഷൻ ടൈമിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള ഈ മെഷീനറിയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ നമുക്ക് ഫ്യൂച്ചറിൽ വേണം. പണ്ടത്തെ പോലെ തന്നെ ഇപ്പോൾ 100 പേര് ഒരു മെഷീൻ നോക്കിയാനും മെയിൻ്റനൻസിനും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഒരു മെഷീൻ കേടായി അത് കളയുന്നു, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യാൻ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വർക്ക് ചെയ്യാൻ ഓട്ടോമേഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്പർ ഓഫ് ആൾക്കാരെ ഒരു വർക്കിന് വേണ്ടി ആവശ്യമുള്ള മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ നമ്പർ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലയിടത്തും നമുക്കിതിനെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സൈഡായിട്ട്, ജസ്റ്റ് ആ കോർ ബ്രാഞ്ച് മാത്രമല്ല, സൈഡായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻപുട്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് വളരെ നല്ലൊരു ജോലി സാധ്യത നമുക്ക് കിട്ടുന്നതായിരിക്കും മുന്നിലേക്ക് പോകുമ്പോൾ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പഠിക്കാൻ എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ടോപ്പിക്സൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഗവൺമെൻറ് ജോബിനോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പബ്ലിക് സെക്ടറിൽ ഉള്ള നമ്മുടെ ടോപ്പ് ONGC, BHEL അല്ലെങ്കിൽ IUC, അവിടെയൊക്കെ നമുക്ക് ജോലി കിട്ടാൻ അത് താല്പര്യം ഉണ്ടെങ്കിൽ അത് കുറച്ച് പഠിക്കണം. നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് സെക്കൻഡ് ഇയർ മുതലുള്ള നമ്മുടെ ടോപ്പിക്സ് കുറച്ച് ഇൻഡെപ്തായിട്ട് നമ്മൾ പഠിച്ച് നമ്മുടെ കോർ സബ്ജക്ട്സ് നമ്മൾ പഠിച്ചേ പറ്റൂ. അതിൽ നിന്നാണ് മെയിൻലി ഇവരുടെ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. കാരണം നമ്മളിപ്പം 4 വർഷം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, എന്താണ് ബെർണോളിസ് തിയറം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും അറിയത്തില്ലെങ്കിൽ പിന്നെ അവൻ ജോലിക്ക് പോയിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ സബ്ജക്ട്സ് എല്ലാം ഇപ്പം നമ്മളിപ്പം സ്കൂളിൽ പഠിച്ച മാതിരി അല്ലെങ്കിൽ +2 പഠിച്ച മാതിരി എല്ലാം സ്പൂൺ ഫീഡിങ് പോലെ ഇങ്ങോട്ട് തരത്തൊന്നുമില്ല. കോളേജിൽ വരുമ്പോൾ ഒരു സിലബസ് കണ്ടുപിടിക്കുക, ആ സിലബസിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുക, അത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് പഠിക്കുക ബുക്സിൽ നിന്നും. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ച് പഠിച്ചിട്ട് നല്ലതായിട്ട് മാർക്കും സ്കോർ ചെയ്യുക. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ, സിംപ്ലിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾ എങ്ങനെയെങ്കിലും ഈ കാര്യങ്ങൾ പഠിക്കുക, എക്സാം എഴുതുക, മാർക്ക് വാങ്ങുക. നിങ്ങൾ എല്ലാത്തിനെക്കുറിച്ചും ഷോർട്ട് നോട്ട്സ് എല്ലാം ഉണ്ടാക്കി വയ്ക്കുക. കാരണം ഗേറ്റൊക്കെ എഴുതി ഗേറ്റിൽ ടോപ്പ് സ്കോറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഇങ്ങനെയുള്ള കമ്പനീസിലൊക്കെ കയറാൻ പറ്റും. ONGC, IOC അങ്ങനെയുള്ള കമ്പനിയിലൊക്കെ കയറാൻ പറ്റും. ഇനി അതിലൊന്നും കയറാൻ പറ്റത്തില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ പോലും പ്രൈവറ്റിൽ ഒരുപാട് വേക്കൻസീസ് നമുക്കിവിടെ ഉണ്ട്. മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ എനർജി, ഇപ്പം എല്ലാം പുതിയ വിൻഡ് എനർജി അല്ലെങ്കിൽ സോളാർ എനർജി, അതുപോലെ തന്നെ ഓഷ്യൻ ടെക്നോളജി, ഇപ്പം മറൈൻ എഞ്ചിനീയറിങ്ങിലൊക്കെ ഒരുപാട് എവിടെയൊക്കെ മെഷീൻസ് ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ റിപ്പയർ, അതിൻ്റെ കൺസ്ട്രക്ഷൻ, പിന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഓഫ് കോഴ്സ് അതിലെന്തായാലും ആവശ്യമുണ്ട്. പിന്നെ ഞാൻ ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ജോബ് ഞാൻ പറയാം. അത് ഞാൻ ലാസ്റ്റ് പറയാം. ഈ ഒരു മെക്കാനിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ പിന്നെ ഗവൺമെൻറ് സെക്ടറിൽ ഞാൻ ആദ്യം പറഞ്ഞത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീംസാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും അതുപോലെ തന്നെ റെയിൽവേയിൽ ഒരുപാട് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ റെയിൽവേയിൽ ഒരുപാട് നമുക്ക് വേക്കൻസീസ് ഉണ്ട്. പിന്നെ ഉള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ്, കേരള സ്റ്റേറ്റിൽ പറയുകയാണെങ്കിൽ നമുക്ക് വാട്ടർ അതോറിറ്റിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട്. അവരുടെ ടെസ്റ്റ് തന്നെ ഈവൻ സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ ഈ 3 പേർക്കും വേണ്ടിയിട്ട് കോമൺ ആയിട്ടാണ് ടെസ്റ്റ് ഉള്ളത്. അപ്പോൾ കുറച്ച് സിവിൽ എഞ്ചിനീയറിങ്ങും കുറച്ച് ഇതുപോലെ തന്നെ കെമിക്കൽസും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് 30% റേഞ്ചിലായിരിക്കും, ഈ 33% റേഞ്ചിലായിരിക്കും 3 ക്വസ്റ്റ്യൻസ് വരുന്നത്. ചിലപ്പോൾ 25 എന്നൊക്കെ ഉള്ള റേഞ്ചിലായിരിക്കും. ബാക്കി കുറച്ച് കോമൺ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ അതിൽ ചെയ്യാം. പിന്നെ ഗവൺമെൻറ്റിൻ്റെ പിന്നെ നമുക്ക് മെയിനായിട്ട് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്, പിന്നെ പോർട്സിലെല്ലാം ഇത് ആവശ്യമുണ്ട്. പിന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ,
ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഇതിലൊക്കെ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, PWDയിൽ പോലും ആവശ്യമുണ്ട്. പക്ഷേ PWDയിൽ, സ്റ്റേറ്റ് PWDയിൽ നമ്പർ ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് കുറവാണ്. കാരണം അങ്ങനെയുള്ള മെഷീനറിയൊക്കെ ആവശ്യമുള്ളത് മെയിനായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ഓപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതിൻ്റെ വാല്യുവേഷൻ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് അധികം ആവശ്യമുള്ളൂ PWDയിൽ. ബട്ട് കൂടുതലായിട്ടും ഇറിഗേഷൻ, പോർട്സ്, അതുപോലെ തന്നെ ഹാർബർ. അപ്പോൾ ഇതിൽ ഞാൻ മറ്റേ പറഞ്ഞ പോലെ AE ആയിട്ടും ഡ്രാഫ്റ്റ്സ്മാനായിട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾ 2 ടെസ്റ്റും എഴുതുക എന്നുള്ളതാണ്. പിന്നെ വാട്ടർ അതോറിറ്റിയിൽ ഓഫ് കോഴ്സ് വേണം. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്. പിന്നീടുള്ളത് നമ്മുടെ റെയിൽവേ പറഞ്ഞു. പിന്നെ ഓഫ് കോഴ്സ് ടീച്ചിങ് ജോബ്സിൽ നമ്മുടെ VHSC, പോളിടെക്നിക്, ITI ഇതിലൊക്കെ ടീച്ചറായിട്ട്, ലെക്ചറായിട്ട് നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ കയറാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലുള്ളത്. പിന്നെ പ്രൈവറ്റിലാണെങ്കിൽ കൂടുതലും കേരളത്തിനേക്കാളും കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഗൾഫ് കൺട്രീസിലൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അറിയാവുന്നതായിരിക്കും. ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ ഇപ്പോൾ കൂടുതലും ഗ്യാസിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ പൈപ്പ്, അതിൻ്റെ പ്രഷർ എങ്ങനെയാണ് ഇന്ത്യയിലും ഇപ്പോൾ കൂടുതലായിട്ട്, കാരണം ഇന്ത്യയൊക്കെ ഇനി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺട്രീസ് ആണല്ലോ. അപ്പം ഗ്യാസിൻ്റെ പൈപ്പ് ലൈൻ ഫിറ്റ് ചെയ്യുക. മിക്കവാറും ഒരുപാട് ഗ്യാസ് കമ്പനീസ് ഉണ്ട്. അവർ ഇപ്പോൾ നമ്മുടെ ഗ്യാസ് എല്ലാം ഇപ്പം നമ്മൾ കുറ്റിയിൽ തരുന്നതിനേക്കാളും ഒരു പൈപ്പിലൂടെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലേക്ക് കണക്ഷൻ, കുക്കിംഗ് ഗ്യാസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ പല നമ്മുടെ നാച്ചുറൽ ഗ്യാസ്, എല്ലാ ഗ്യാസും അങ്ങനെ പെട്രോൾ, ഡീസൽ നമ്മൾ ഗ്യാസിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അതിൻ്റെ സ്റ്റേഷൻസ് കൺസ്ട്രക്റ്റ് ചെയ്യുക, അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഒരുപാട് QCL, ക്വാളിറ്റി കൺട്രോൾ സെക്ഷനിൽ നമുക്ക് ഇവരെ ആവശ്യമുണ്ട്. പിന്നെ നെക്സ്റ്റ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, നമ്മൾ പറഞ്ഞ പോലെ മാനുഫാക്ചറിങ് ഓഫ് കാർ, ഹെവി വെഹിക്കിൾസ്, എല്ലാ വെഹിക്കിളും അതിൻ്റെ ഡിസൈൻ, പുതിയ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇൻറ്റീരിയർ ഡിസൈൻ, ഇതിനെല്ലാം നമുക്ക് ഇത് ആവശ്യമുണ്ട്. പിന്നെ എയറോസ്പേസ്, നമ്മുടെ സ്പേസിൽ പോവുക, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം ഈ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ എയർ ട്രാൻസ്പോർട്ട്, അതിലെല്ലാം എവിടെയൊക്കെ നമുക്ക് മെഷീനറി ആവശ്യമുണ്ടോ, എവിടെയൊക്കെ മെറ്റൽസ് ആവശ്യമുണ്ടോ, ആ മെറ്റൽ കോമ്പിനേഷൻസ്, അലോയ്സ്, മെഷീനറി, ഇതിലെല്ലാം നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഫീൽഡിലാണ് ഇതൊക്കെ ആവശ്യമുള്ളതെന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ നോക്കിയിരിക്കുക. ഇതിൽ അവരുടെ ഡിസൈനിൽ, പ്രൊഡക്ഷൻ, മെയിനായിട്ട് നമ്മൾ മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ മാസ് പ്രൊഡക്ഷൻ, മെഷീനറിയുടെ മാസ് പ്രൊഡക്ഷൻ എന്തുവാണെങ്കിലും പ്രൊഡക്ഷൻ, അതിൻ്റെ മാനുഫാക്ചറിങ്, QC, പിന്നെ റോബോട്ടിക്സ്, വേറൊരു ഇതാണ് റോബോട്ടിക്സ്. അപ്പം മെക്കാട്രോണിക്സ്, അതായത് നമ്മൾ റോബോട്ട്സിനെ ഉണ്ടാക്കുക, റോബോട്ട്സിനെ കൺട്രോൾ ചെയ്യുക, മനുഷ്യന് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം പോവുക. ഇപ്പോൾ ഈവൻ ഡിഫൻസിലാണെങ്കിൽ പോലും DRDOയിൽ നമുക്ക് പോസ്റ്റ് ഉണ്ട്. ഡിഫൻസിലാണെങ്കിൽ പോലും പണ്ടൊക്കെ ഒരു ആൾ നിന്ന് വെടിവെക്കുക എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഈ സിസ്റ്റം എല്ലാം ഓട്ടോമേറ്റഡ് ആയി. അപ്പോൾ ഈ മെഷീനറി വർക്ക് ചെയ്യണം, ആ മെഷീനാണ് അവിടെ അല്ലെങ്കിൽ റോബോട്ടിനെയാണ് അവിടെ കൊണ്ട് വെക്കുന്നത്. അപ്പോൾ ഈ റോബോട്ടിൻ്റെ കൺസ്ട്രക്ഷൻ, റോബോട്ടിൻ്റെ മാനുഫാക്ചറിങ്, അതിൻ്റെ പ്രോസസ്സ്, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിനെ നമ്മുടെ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യാറ് എല്ലാം ഇപ്പോൾ കണക്ഷനാണ്, ത്രൂ ഓട്ടോമേഷനാണ്. അപ്പോൾ റോബോട്ടുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുക. റോബോട്ടിലെ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റിമോട്ട് വഴിയാണല്ലോ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിമോട്ട് സെൻസിങ്, എവിടെയെങ്കിലും ഇരുന്ന് നമ്മൾ ഇതിനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ, മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ, ഇതിലെല്ലാം നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ ആവശ്യമുണ്ട്. നെക്സ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരെണ്ണം ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഒരുപാട് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ ആവശ്യമുണ്ട്. ഗൾഫ് കൺട്രീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഡ്രോയിങ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രോയിങ് വരയ്ക്കാനും അത് മനസ്സിലാക്കാനുമുള്ളൊരു കപ്പാസിറ്റി നമുക്ക് വേണം. കാരണം പുതിയൊരു മെഷീനറി ഉണ്ടാക്കുകയാണെങ്കിലും ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് എന്തുവാണെങ്കിലും നമുക്ക് ആ ഡ്രോയിങ് ആപ്സൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു ആപ്പും കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക, നമ്മൾ പഠിക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. ഈ പറഞ്ഞ പോലെ വളരെ ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. പിന്നെ പണ്ടത്തെ പോലെ ഒരുപാട് ഫിസിക്കൽ എഫേർട്ടൊക്കെ നമുക്ക് പണ്ട് മെഷീനറി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഫിസിക്കൽ എഫേർട്ട് ഒരുപാട് വേണ്ട ഒരു കാര്യമാണെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. പക്ഷേ അത്രയ്ക്കൊന്നും വേണ്ട. ഇപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അടുത്തത് പിന്നെ 3D പ്രിൻറ്റിങ് ടെക്നോളജിയൊക്കെ വന്നിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ഹയർ സ്റ്റഡീസിന് ഓഫ് കോഴ്സ് നമുക്ക് പോകാം. ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ പല ബ്രാഞ്ചസും
IT പട്നയിൽ മെക്കാട്രോണിക്സ് ഉണ്ട്, റോബോട്ടിക്സ് ഉണ്ട്. പല IITസിലും നമുക്കിതുപോലെ തന്നെ ഇതിൻ്റെ ഇങ്ങനെയുള്ള സ്പെഷ്യലൈസേഷൻ, ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതിലേക്കൊക്കെ നമുക്ക് സുഖമായിട്ട് പോകാം. പിന്നെ നമുക്ക് ഗേറ്റ് എഴുതാം. ഗേറ്റൊക്കെ എഴുതുന്നവർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ മുതൽ തന്നെയുള്ള അതിൻ്റെ പ്രിപ്പറേഷൻസ് ചെയ്യണം. അതൊക്കെ എഴുതി നമുക്ക് ഹയർ സ്റ്റഡീസിലേക്ക് പോകാവുന്നേ ഉള്ളൂ. പിന്നെ IT സെക്ടറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. IT സെക്ടറിൽ നമുക്ക് സുഖമായിട്ട് ഈ ഒരു ബ്രാഞ്ച് വെച്ചിട്ട് നമുക്ക് കയറാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ കോറുമായിട്ട് ഇച്ചിരി ഡിഫറെൻ്റ് ആയി പോകുമെങ്കിലും നമുക്ക് പോവാം. പിന്നെ മെയിനായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ. ഇപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ, ഡോക്ടേഴ്സ് തന്നെ റോബോട്ട്സാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഡോക്ടർ ഒന്ന് നോക്കാൻ, ഒരു ഓവറോൾ കൺട്രോളിങ്ങിന് വേണ്ടി നിന്നാൽ മതി. ഈവൻ ഓപ്പറേഷൻസ് പോലും അവർ ചെയ്യുന്നുണ്ട്, റോബോട്ട്സ് ചെയ്യുന്നുണ്ട്. ഫാർ അവേ പ്ലേസസിൽ ഡോക്ടർ അവിടെ ഇരുന്ന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള മെഡിക്കൽ ഇൻഡസ്ട്രീസിലെല്ലാം നമുക്ക് എക്യുപ്മെൻറ്റ്സ് വേണം, മെഷീനറി വേണം. അപ്പോൾ അത് നമുക്ക് അവരുടെ നോളജ് ഉണ്ട്, പക്ഷേ ആ നോളജിനെ ഒരു മെഷീനിലേക്ക് കൺവേർട്ട് ചെയ്യണമല്ലോ. മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ അവിടെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ മെഷീനറി, ഈവൻ നാനോ ടെക്നോളജിയിലും എല്ലായിടത്തും എവിടെയൊക്കെ നമുക്ക് ഈ മെഷീൻ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് റിസർച്ച്, ഇതിലൊക്കെ ഒരുപാട് റിസർച്ചസ് നടന്നു വരുന്നുണ്ട്. ഇതിലൊക്കെ കാര്യങ്ങളിലേക്ക് നമുക്ക് ഓട്ടോമേറ്റഡ് ആവാം, മെഷീൻ യൂസ് ചെയ്യാം, മനുഷ്യൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിൻ്റെയൊക്കെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസിലെല്ലാം നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട്. നീണ്ടുപോയെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പറയാൻ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കുറേ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കാണ് ഞാൻ കണ്ടിരിക്കുന്നത്, അവർക്ക് ഭയങ്കര കാർ ക്രേസ് ആയിരിക്കും. ഏത് കാർ ഇറങ്ങിയോ അതിനെക്കുറിച്ചൊക്കെ അവർക്കറിയാം. അത് അവർ ഈവൻ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ള പല മോഡലൊക്കെ വാങ്ങിച്ചു വയ്ക്കും. അങ്ങനെ കാറൊക്കെ ക്രേസ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ വെഹിക്കിൾ ക്രേസ് ആയിട്ടുള്ള ആളുകൾക്ക് പറ്റിയ ഒരു സാധനമാണിത്. അവർക്ക് പറ്റിയൊരു ജോബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ ഡിസൈന്, കാറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫ് കോഴ്സ് നമ്മളത് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ, കാർ വാഷ്, എല്ലാവരും ഇപ്പോൾ കാർ യൂസ് ചെയ്യുന്നു. അപ്പോൾ കാറിൻ്റെ മെയിൻ്റനൻസ്, കാർ വാഷ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാർ വാഷ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പണ്ട് നമ്മൾ പറയും ഒരു വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ കൈയും പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നു. അങ്ങനെയൊന്നുമല്ല. ഇപ്പം എല്ലാവർക്കും അവനവൻ്റെ കാറ് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വാഷ് ചെയ്ത് വൃത്തിയാക്കി കൊണ്ട് നടക്കണം, മെയിൻ്റെനൻസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം നമ്പർ ഓഫ് കാർസ് വളരെ കൂടുതലാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. അതിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാം. കാർ വാഷ്, കാറിനെ സംബന്ധിച്ച് ആക്സസറീസ്, വണ്ടിയെക്കുറിച്ച്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു യൂട്യൂബിലൊന്നും കാണാൻ പറ്റാത്ത ഒരു കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിൻ്റെ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഒരുപാട് പൈസ ഉണ്ടാകുമായിരിക്കും. പൈസയൊക്കെ അവർ കുറേ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് അവർക്ക് എനിക്ക് ഏത് കാറാണ് ഇഷ്ടംമാതിരി പൈസയുണ്ട്, കോടികൾ സമ്പത്ത് കയ്യിലുണ്ട്, ബട്ട് ഏത് കാറാണ് എനിക്ക് സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കും കൈ കാശുണ്ടെങ്കിൽ ഏത് കാർ വേണമെങ്കിലും വാങ്ങാമല്ലോ എന്നും. അങ്ങനെയല്ല. ചിലർക്ക് പല ഇമ്പോർട്ടഡ് കാർസൊക്കെ ഉണ്ടാവും. അതിൽ ചിലപ്പം അവർക്ക് അറിയുന്നുണ്ടാവില്ല, ഡ്രൈവറുടെ സീറ്റായിരിക്കും ഏറ്റവും അടിപൊളി. കാരണം അവിടെയൊക്കെ നമ്മൾ വേറൊരാളെ കൊണ്ട് ഓടിക്കുമെന്നല്ല, നമ്മൾ തന്നെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഡ്രൈവറുടെ സീറ്റായിരിക്കും ഏറ്റവും അടിപൊളിയായിട്ട് കംഫർട്ടബിളായിട്ടൊക്കെ ഉണ്ടാവുക. അപ്പം നമ്മളിത് വാങ്ങി, അല്ലെങ്കിൽ ഒരാളിത് വാങ്ങി, അയാൾക്ക് ഡ്രൈവിംഗ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. ഇന്ത്യയിൽ പൊതുവേ നമുക്ക് ഇച്ചിരി കാശൊക്കെ ആണെങ്കിൽ നമ്മൾ ഡ്രൈവറെ വയ്ക്കും. അപ്പോൾ അയാൾ ബാക്കിലായിരിക്കും ഇരിക്കുന്നുണ്ടാവും. അപ്പം അയാൾ നോക്കുമ്പോൾ ഡ്രൈവർ എല്ലാം അടിപൊളിയായിരിക്കുന്നു, എനിക്ക് അത്ര കംഫർട്ടില്ല. അപ്പോൾ ഈ ഒരു കാറിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് കാറാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണോ, നിങ്ങൾ തന്നെ ഓടിക്കാനാണോ, അതോ നിങ്ങളൊരു ഡ്രൈവറെ വെച്ച് ഓടിക്കുവാണോ, നിങ്ങൾക്ക് ഇച്ചിരി ഷോ നിങ്ങളൊരു ബിസിനസ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്കൊരു കാറിന് ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾക്ക് കാറിൻ്റെ ആവശ്യം, അതോ നിങ്ങൾക്ക് സാധാരണ ഒരു കാർ മതി, എൻ്റെ ഡേ ടു ഡേ യൂസിന് വേണ്ടിയിട്ടൊരു കാറാണോ ആവശ്യം, എനിക്ക് എന്താണ് എൻ്റെ യൂട്ടിലിറ്റി, എനിക്ക് ഇന്ധനം സേവ് ചെയ്യലാണോ അത് ഷോ കാണിക്കലാണോ, അങ്ങനെയുള്ള പല ക്രൈറ്റീരിയാസ് ആളുകൾക്കുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു കാറ് ഇവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഒരു കമ്പനിയിൽ അവരൊരു കാറ് വാങ്ങാൻ ഒരു ഡീലറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് അവർ ആ കാറ് അവരുടെ ബ്രാൻഡ് വാങ്ങണം എന്നല്ലേ പറയുള്ളൂ. പകരം നിങ്ങൾക്കൊരു കാറിനെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങൾ പഠിക്കാം. അതിപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് ഒന്നും പഠിക്കണമെന്ന് തന്നെ ഇല്ല, ബട്ട് മെക്കാനിക്കൽ എഞ്ചിനീയർ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള മെഷീനറി കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻഡെപ്തായിട്ട് ആധികാരികമായിട്ട് ഒരാളോട് പറയാൻ പറ്റും. അപ്പോൾ നമ്മളിത് പഠിക്കുമ്പോൾ തന്നെ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളെല്ലാം കാറിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് പഠിക്കുക, കാറിൻ്റെ കാര്യങ്ങൾ നോക്കുക, എന്നിട്ട് ഇത് കൺസൾട്ടേഷൻ കൊടുക്കുക. വളരെ ഹൈ എൻഡ് ജോബാണ്, വളരെ ടോപ്പായിട്ട്. കാരണം നമ്മൾ 1 കോടി അല്ലെങ്കിൽ 3 കോടി 4 കോടിയുടെ ഒരു കാറ് വാങ്ങുമ്പോൾ ഒരു 50,000 ഒരു 25,000 അല്ലെങ്കിൽ 1 ലക്ഷം രൂപയൊക്കെ കൺസൾട്ടേഷൻ കൊടുക്കാൻ ആൾക്കാർ തയ്യാറാണ്. കാരണം ഞാൻ എന്ത് വാങ്ങണം,
അവരുടെ ഈ പൈസയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എന്ത് വേണമെന്ന് അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു കാര്യം നമ്മൾ പഠിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാം, അവർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ ദേ വിൽ ബി ഹാപ്പി ആൻഡ് വി ആർ പെയ്ഡ്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഗെറ്റപ്പ് സെറ്റപ്പും നമ്മുടെ കാര്യങ്ങളും ലാംഗ്വേജും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ ഈ ഇൻ ബിറ്റ്വീൻ നമുക്കിത് അത്ര വലിയ മലമറിക്കുന്ന ഒരു ടോപ്പിക്കൊന്നും സബ്ജക്റ്റൊന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇൻ ബിറ്റ്വീൻ ഇങ്ങനെയുള്ള നമ്മുടെ സൈഡ് വേസ് നമ്മുടെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള കാര്യം. കാരണം നമ്മളൊരു കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ മുഴുവൻ അങ്ങ് കാണാതെ പഠിച്ച് അങ്ങോട്ട് എക്സാം എഴുതുക മാത്രമല്ല, കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ലൈഫ് കുറച്ചുകൂടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. കുറേ ആൾക്കാരായിട്ട് നെറ്റ്വർക്കിംഗ് ഉണ്ടാവണം. നമ്മുടെ എല്ലാ ജോലിയും നമുക്ക് കിട്ടുന്നത് നമ്മൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പോകുമ്പോൾ തന്നെ സീനിയേഴ്സുമായിട്ടൊരു ടച്ച് ഉണ്ടാവണം. കൂടുതൽ ജോലികളും, കാരണം ഒരു ജോബിൽ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ കമ്പനികൾക്ക് ഒരുപാട് പൈസ ചിലവാണ്. അവർക്ക് എന്താ പറയുക, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം, ഒരാളെ വിളിക്കണം, ഇൻ്റർവ്യൂ ചെയ്യണം, ഇതൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ അവർ നോക്കുന്നത് ഇപ്പം കുറച്ച് നാൾ മുന്നേ എടുത്ത ആൾക്കാരുണ്ടല്ലോ, അവരുടെ കണക്ഷനിൽ ആരെങ്കിലും ഉണ്ടോ, അതാ ഈ പയ്യനെ എനിക്കറിയാം, അവന് അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാതെ ഡീസൻ്റാണ്, നല്ല സ്വഭാവമാണ്, ഇവൻ ഇവിടെ വന്ന പണിയെടുത്തോളും, വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, അവന് നല്ല ഐഡിയ ഉണ്ട്, തലയുള്ളൊരു പയ്യനാണ് എന്നൊക്കെ പറ്റുന്ന ആൾക്കാരെ പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ പോകുന്നവരൊക്കെ സെലക്ട് ചെയ്ത് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ഒരാൾ വന്ന് ഇവിടെ നിന്ന് ഒരു 100 പേരെ ഇൻ്റർവ്യൂ ചെയ്ത് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് അവൻ ലാസ്റ്റ് ടൈം പോയി കഴിഞ്ഞാൽ ഇവന് എന്തൊരു പാടാണ്. ഒരാളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലുതാണ്. അപ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ ഇവരുമായിട്ട് നമ്മുടെ സീനിയേഴ്സുമായിട്ട് നെറ്റ്വർക്കിംഗ് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊരു 2 months കിട്ടി ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമ്മൾ ഇൻറ്റേൺഷിപ്പിന് പോയി അവിടെ നമ്മളൊരു ഗുഡ് വിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വരുമ്പം അവർ നമ്മളെയും സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മുടെ സോഫ്റ്റ് സ്കിൽസ്, നമ്മളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് ഒരുപാട് അങ്ങ് ഹൈ എൻഡായിട്ട് ഇപ്പോൾ CS പിള്ളേർ പഠിക്കുന്ന പോലെ അവരെമാതിരി പഠിക്കണമെന്നൊന്നുമില്ല. പക്ഷെ നമുക്കൊരു ബേസിക് ഓവറോൾ ഒരു കാര്യം, എന്താണ് മാറ്റ്ലാബ്, എന്താണ് CAD, എന്താണ് നിങ്ങളുടെ ഡിസൈൻ സോഫ്റ്റ്വെയർ 1-2 ഒക്കെ എടുക്കുക, അതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ, അതിൻ്റെ എവിടെയെങ്കിലും ഒരു സെമിനാറോ ക്ലാസ്സോ ഒക്കെ നടക്കുമെങ്കിൽ അതൊക്കെ പോയി അറ്റൻഡ് ചെയ്യുക. ടെക്നിക്കൽ സെമിനാറൊക്കെ നടക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് കാണുക, നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക, സീനിയേഴ്സുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കുക. അവിടെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ കോളേജിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം വയ്ക്കുമ്പോൾ ഇങ്ങനെ സീനിയറിൽ ടോപ്പായിട്ടുള്ള നല്ല ആൾക്കാരെ ഒക്കെ ഓഫ് കോഴ്സ് അവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അവരെ വിളിക്കുക, അവരോട് ഇൻറ്ററാക്ട് ചെയ്യുക, കോളേജിൽ തന്നെ ഒരു ഇൻറ്ററാക്ഷൻ സെഷൻ നിങ്ങൾ ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കോളേജിലൊക്കെ പോവുക. നല്ല നല്ല കോളേജൊക്കെ ആകുമ്പോൾ അവർക്ക് നല്ല അലൂമിനീസ് ഉണ്ടാവും. അപ്പോൾ ബ്രാഞ്ച് ഇച്ചിരി താഴെയാണെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയറ്റി നമുക്കിതിനെ അങ്ങ് ബൂസ്റ്റപ്പ് ചെയ്ത് നല്ലതായിട്ട് വെക്കും. നിങ്ങൾ പിന്നെ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയില്ല അങ്ങനെ വിഷമിച്ചൊന്നും നടക്കേണ്ട ഒരു കാര്യമില്ല. ഇതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല. നമ്മളെങ്ങനെ ലൈഫ് ഇസ് ഡിഫറെൻറ്റ്, നമ്മളെങ്ങനെയാണ് ലൈഫിനെ കാണുന്നത്. എപ്പോഴും പറയാറുണ്ട്, ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ പിള്ളേരാണ് ഒരു കോളേജിൻ്റെ ചാം എന്ന് പറയുന്നത്. കാരണം അവരാണ് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ഓളം ഉണ്ടാക്കുന്നവരാണ്. മറ്റേ കമ്പ്യൂട്ടർ സയൻസ് പൊതുവെ എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല, പൊതുവെ അവരൊക്കെ എവിടെ, കാരണം അവർക്ക് അത്രയ്ക്ക് പഠിക്കാനുണ്ട്. ഇവർ പഠിച്ച് തലകുണ്ണാക്കി കോഡിങ്ങും ഒക്കെ ചെയ്ത് ഇവർ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കണ്ണാടിയൊക്കെ വെച്ച് എന്നെ പോലെയൊക്കെ നോക്കി ഇങ്ങനെ കണ്ണാടിയൊക്കെ വെച്ച് ഒരു പുസ്തകപ്പുഴയായിട്ട് ഇരിക്കുന്നുണ്ടോ. ഞാൻ അങ്ങനെ ഒരാളൊന്നും അല്ല, അത്രയും പഠിക്കുന്ന ഒരാളൊന്നും അല്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുമോ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. പക്ഷേ ഈ മെക്കാനിക്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇളകി നടന്നൊരു കോളേജിൻ്റെ ചാമാണ് അവർ. അപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇൻ്ററാക്ഷൻ ഇതെല്ലാമായിട്ട് നമുക്ക് അങ്ങ് കോളേജ് അങ്ങ് എൻജോയ് ചെയ്യാം. പക്ഷേ നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ കോർ സബ്ജക്ട്സ് നമ്മൾ നന്നായി പഠിക്കുക. ഗേറ്റിലാണെങ്കിലും നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ നിങ്ങളുടെ തെർമോഡൈനാമിക്സ്, ഹീറ്റ് എൻജിൻസ്, ഇതെല്ലാം പഠിക്കും. ഇതൊന്നും ഹീറ്റ് എൻജിനൊന്നും പിന്നെ ഈ ഫർദർ എല്ലായിടത്തും യൂസ് ചെയ്യണമെന്നില്ല. പക്ഷേ എന്നാൽ പോലും നമ്മളതെല്ലാം നന്നായിട്ട് പഠിച്ച് നല്ലതായിട്ട് ഈ കാര്യങ്ങൾ 4 വർഷം കൊണ്ട് 4 വർഷം കഴിഞ്ഞ് ഞാൻ എന്താണ് പഠിച്ചത്, എന്താണ് എനിക്ക് എന്ത് ഡെവലപ്മെൻറ്റാണ് എനിക്ക് ഉണ്ടായതെന്ന് ഈ 4 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പം നമ്മളൊരു സക്സസ്ഫുൾ ആയിരിക്കണം, സക്സസ്ഫുൾ ഹ്യൂമൻ ബീയിങ് ആയിരിക്കണം. അപ്പോൾ ആ രീതിയിൽ എല്ലാ രീതിയിലും നമ്മൾ ഈ പറഞ്ഞ പോലെ കോർ സബ്ജക്ട്സിനൊപ്പം ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ റാങ്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള ബ്രാഞ്ചസൊക്കെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അതൊക്കെ വളരെ അണ്ടർ റേറ്റഡ് ആണ്. അതിനൊക്കെ ഒരുപാട് വാല്യൂസ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഏതൊരു ഫീൽഡിലേക്ക് വേണമെങ്കിലും പോകാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഓഫ് കോഴ്സ് മറ്റത് കിട്ടുന്നവർ അതിൽ പോകുക, അതിനെ ഞാൻ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നില്ല. ഇഫ് യു ആർ ഗെറ്റിംഗ് എ സർക്യൂട്ട് ബ്രാഞ്ച് അതായത് EC കമ്പ്യൂട്ടർ സയൻസ് കിട്ടുന്നെങ്കിൽ അതിൽ പോവുക, അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ അതിൽ പോവുക. ഇനിയിപ്പം ഞാനത് പഠിച്ചേ അടങ്ങത്തുള്ളെന്നും പറഞ്ഞ് രണ്ടാമത് എഴുതുന്നവരാണെങ്കിൽ അതും എഴുതിക്കോളൂ. പക്ഷേ അതിലൊരു സംശയമൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്നും പോകണ്ട, വെറുതെ ഒരു വർഷം കളയണ്ട. യു ഗോ ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടു ഓൾ സ്റ്റുഡൻസ്. താങ്ക് യു.